ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യങ്ങളൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് വളരെ വളരെ നല്ല സന്തോഷമാണ്. എംപ്രസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ടു ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. ദ മജീഷ്യൻ, ഏസ് ഓഫ് പെന്റക്കിൾസ്. ഇത് പറയാവേ. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എംപ്രസിന്റെ എനർജിയാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇത്. നമ്പർ 3 ആണ്. ദൈവാനുഗ്രഹമാണ്. വ്യാഴം എന്ന് പറയുന്ന ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ നവഗ്രഹങ്ങൾ, ജൂപ്പിറ്ററിന്റെ അനുഗ്രഹമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ചില സന്തോഷങ്ങളെ കൊണ്ടുതരികയാണ്. ആ സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അതാവും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പുതിയ വീടാവാം, പുതിയ ചില കാര്യങ്ങളാവാം, പുതിയ ചില ജോലികളാവാം. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ പുതിയ ചില സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി ആവാം. എന്തായാലും ശരി, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി വർദ്ധിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അബണ്ടൻസ് വർദ്ധിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങി വെക്കണമെന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷെ പിന്നെ മടി വിചാരിച്ചിരിക്കും, അല്ലേ? അങ്ങനെ ഈ മടി വിചാരിച്ചിരിക്കുന്ന ഈ ഒരു എനർജിയിൽ നിന്നും ഒരു പടി കൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. എനിക്കിനിയും അത് ചെയ്യണം, എനിക്കിനി അത് വേണം എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരാനും സന്തോഷത്തെ നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്താനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് എയർ ആണ്. അപ്പൊ 2 ഓഫ് എയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. സോഡ് എയർ സൈൻ ആണല്ലോ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജിയാണ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നിങ്ങളുടെ മനസ്സിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് 2 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഇടതും വലതുമായിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. അത് വളരെയധികം പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ ഒന്നുകിൽ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊന്ന് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ എന്താണ് ഇതിൽ വേണ്ടത്, ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണോ അത് ചിന്തിച്ചുകൊണ്ട് മനസ്സ് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് മജിഷ്യന്റെ എനർജിയാണ്. മജിഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരികയാണ്. മനസ്സിലായി? മാജിക് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നവർക്ക് മാത്രം വിജയിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്, അല്ലെ? ഇതെല്ലാവർക്കും മാനിഫെസ്റ്റ് ആവണമെന്നില്ല, എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല. കാരണം എന്താണ്? ഇതിന് ഒരുപാട് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്.
എല്ലാവരും അങ്ങ് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറില്ല. പലരും വളരെ പവർഫുൾ ആവും, ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് വരും, പക്ഷെ പിന്നീട് മടി വിചാരിച്ച് ബാക്കിലേക്ക് പോകും. എന്തുകൊണ്ടാണ്? ഏറ്റെടുക്കുന്ന ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണുമ്പോഴാണ് നിങ്ങൾ ബാക്കിലേക്ക് വരാൻ തുടങ്ങുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ ഇത് തുടങ്ങി വയ്ക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ടു ഓഫ് സോഡിന്റെ എനർജിയിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണോ അതിനിവിടെ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിയാലിറ്റി കാണുന്നില്ല. നമ്മൾ പലപ്പോഴും റിയാലിറ്റിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുന്നു. ഒരു മായാലോകത്ത് ഇല്യൂഷനിൽ പെട്ടിരിക്കുകയാണ്. മനസ്സിലായി? ആ ഇല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം സാധിച്ചു പോകും. പക്ഷെ മനസ്സിന്റെ ഒരു മടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്നതെല്ലാം സത്യമാണ്. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും സാധിക്കാനുണ്ട്. ഞാൻ ആരാണ്? എന്തിനാണ് ഞാൻ ജന്മമെടുത്തിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വരണമെങ്കിൽ അതാണ് ജീവിതത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിയാലിറ്റിയിലേക്ക് വരണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളിപ്പോൾ ഒരുപാട് കാലം കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടി പവർഫുൾ ആവണം, എനിക്ക് കുറച്ചുകൂടി ഒന്ന് മണി ഏൺ ചെയ്യണം, അല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ചുകൂടി സക്സസ് കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ ഇവിടെ വിചാരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ മജീഷ്യൻ കൊണ്ടുവരുന്നത്. ഈ ഒരു മജീഷ്യന്റെ എനർജിയിൽ നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണോ അതിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നിങ്ങൾക്ക് എല്ലാ വിധത്തിലും, ചിലപ്പോൾ ചിലർക്ക് തയ്ക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് പാചകത്തിലായിരിക്കും കഴിവ്, ചിലർക്ക് പെയിന്റിങ്ങിലായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും ചെറുത് തൊട്ട് വലുത് വരെ, അങ്ങ് ഓഫീസ് മാനേജർ ആവാൻ വരെയുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ആ ഒരു കഴിവെന്ന് പറയാം, ഏറ്റവും വലിയ കൂടുതലായിട്ടുള്ള കഴിവെന്ന് പറയുമ്പോഴെന്താണ്? മുന്നോട്ട് വരാനുള്ള കഴിവാണ്, പവർഫുൾ ആവാനുള്ള കഴിവാണ് ഇവിടെ. അത് ദൈവികമായ അനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരണം. അപ്പോഴാണ് ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് വരുന്നത്. ഇവിടെ മജീഷ്യന്റെ എനർജി കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് പല കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് നിരന്തരം പ്രാക്ടീസിങ് ആണ് ഇവിടെ. അത് അല്പം പോലും മടി കൂടാതെ ചെയ്യുന്നു. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ്? ഇടയ്ക്കിടയ്ക്ക് മടി നിങ്ങളെ ബാധിക്കും. അങ്ങനെ മടി ബാധിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ്? എനിക്കിത് കംപ്ലീറ്റ് ആക്കണം, ഇങ്ങനെ മടി വിചാരിച്ചാൽ പറ്റില്ല, ചാടി എഴുന്നേൽക്കണം. മനസ്സിലായി? എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ മടി വിചാരിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ആ മടി വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഉന്മേഷവാന്മാരാകുക അല്ലെങ്കിൽ ഉന്മേഷവതികളാവുകയാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികമാണോ നേടാൻ പറ്റുന്നത്, അതുപോലെ നിങ്ങൾക്ക് പ്രണയമാണോ, സ്നേഹമാണോ, മറ്റുള്ളവരുടെ സ്നേഹമാണോ വേണ്ടത്, ആവേശമാണോ, കോൺഫിഡൻസ് ആണോ വേണ്ടത്, അതുപോലെ ബുദ്ധിപരമായ എന്ത് കാര്യമാണ്, പുതിയ ജോലിയിലേക്ക് പോവുകയാണോ വേണ്ടത്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് അത് സാധിക്കുന്നതാണ്. മാനിഫെസ്റ്റേഷനാണ് ഇവിടെ. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് വിശ്വാസത്തോടു കൂടെയുള്ള ഒരു പ്രോസസ്സാണ്. എല്ലാവരിലും ഇത് സക്സസ് ആവണമെന്നില്ല. കാരണം ഈ എനർജിയുടെ വൈബ്രേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സിലായി? ഈ ഒരു എനർജിയുടെ വൈബ്രേഷൻ നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുത്താൽ മാത്രമേ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, അത് സക്സസ്സിലേക്ക് വരികയുള്ളൂ. അല്ലാതെ എനിക്ക് എന്തെങ്കിലും നേടണം, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തണുപ്പൻ മട്ടിലിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം 1001 തവണയോ അല്ലെങ്കിൽ 101 തവണയോ എഴുതി വെച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസിലേക്കുള്ള ഒരു വരവാണ്. കാരണം ഇവിടെ ഇൻഫിനിറ്റി സിമ്പലാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഇവിടെ വരും. കാരണം നിങ്ങൾ എത്രമാത്രം കഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ടോ ഒരു കാര്യത്തിന്, അവിടെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരും. നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കം തന്നെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 ഓഫ് സോഡിന്റെ എനർജിയിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം വരുന്നത്. 1 ആണ് നമ്പർ, കണ്ടില്ല? അടുത്തതായിട്ട് ഏസ് ഓഫ് എർത്തിന്റെ എനർജി. ഏസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. പെന്റക്കിൾ എർത്ത് സൈനാണ്. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ കണ്ടില്ലേ നിറഞ്ഞ സന്തോഷം. എന്തിനാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഇവിടെ സാമ്പത്തികത്തിൻ്റെതായ ഒരു തുടക്കം വന്നിരിക്കുന്നു, അവസരങ്ങൾ വരുന്നുണ്ട്, റിസോഴ്സസ്, പല വഴികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്.
ഏസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു തുടക്കമാണ്, സണ്ണിന്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി, പുതിയ പ്രകാശം കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. പുതിയ പുതിയ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം സന്തോഷം അനുഭവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്. ഇവിടെ അബണ്ടൻസിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. ജോലിക്കാര്യങ്ങളിൽ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ സമ്പത്തിന്റെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? നൈൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ 5 ഓഫ് എർത്ത്, അതായത് 5 ഓഫ് പെന്റക്കിൾസ്. ഇവിടെ ക്യൂൻ ഓഫ് ഫയറിന്റെ എനർജിയാണ്. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് ഫയർ ആണ്, അതായത് 8 ഓഫ് വാൺസ്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് എയർ. എയർ എന്ന് പറയുന്നത് എന്താണ്? എയർ സോഡ എയർ സൈൻ എന്ന് നമുക്ക് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിൽ എപ്പോഴും ഇങ്ങനെ മുഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒറ്റയ്ക്കാണ്, നെഗറ്റീവാണ്, തോട്ട്സ് മുഴുവനും നെഗറ്റീവാണ്. കണ്ടില്ലേ? ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് ഉറക്കം ഒഴിഞ്ഞുള്ള ഇരിപ്പ്. ഉറക്കം ലഭിക്കുന്നതേ ഇല്ല. എന്തുകൊണ്ടാണ് ഉറക്കം ലഭിക്കാത്തത്? ഇവിടെ ഒറ്റയ്ക്കിരുന്നുള്ള ചിന്തകളാണ്. ഇവിടെ രാത്രി മുഴുവൻ എഴുന്നേറ്റിരുന്ന് കരയുന്നു, ചിന്തിക്കുന്നു. എന്തിനു വേണ്ടി? അപ്പോൾ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ആരോ നിങ്ങളിൽ നിന്നും ചിലപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും വേർപെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഓർത്തിട്ട് ഇപ്പോഴും സങ്കടപ്പെടുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഇവിടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല, കരഞ്ഞു തീരുകയാണ് രാത്രി മുഴുവനും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഇംബാലൻസ് ആയ ഈ ഒരു ലൈഫിൽ നിന്ന്, ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം വിചാരിക്കണം. നിങ്ങൾ വിചാരിക്കണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊരു വ്യക്തിയും പെരുമാറുകയില്ല. മനസ്സിലായോ? ഓരോരുത്തരും അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചാണ് പെരുമാറുന്നത്. നിങ്ങൾക്ക് സന്തോഷം ആരും കൊണ്ടൊന്നും തരില്ല. നിങ്ങളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങൾ മാത്രമാണ്. അത് നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ സന്തോഷം കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? തീർച്ചയായിട്ടും വലിയൊരു ദുഃഖത്തിലിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ്? ഇത് മാറിക്കിട്ടും, എനിക്കിത് 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ, എനിക്കിത് മാറിക്കിട്ടും, ഞാൻ എന്തിനാണ് ആവശ്യമില്ലാതെ ദുഃഖിക്കുന്നത്? എന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ അതവർ പൊയ്ക്കൊള്ളട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് വിചാരിച്ചിട്ടായിരിക്കാം ഇവിടെ ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ തളർന്നിരുന്ന് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സന്തോഷം വന്നു ചേരുന്നതാണ്. കാരണം ഇത് നിങ്ങളുടെ കർമ്മയുടെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും ഉള്ളതാണ്. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കർമ്മ വരുന്നുണ്ട്. മനസ്സിലായോ? ഒരു ദുഃഖം വരുമ്പോൾ അതിന് പിറകെ മറ്റൊന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നീട് എന്താവും? ഇതെല്ലാം അവസാനിക്കും. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയും. പിന്നീട് കുറച്ച് സന്തോഷത്തിലേക്ക് പോകും. വീണ്ടും ഇടയ്ക്ക് കയറി വരും ദുഃഖങ്ങളൊക്കെ. അതിനെ മറികടക്കാനുള്ള ശക്തി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. മനസ്സിലായോ? കാരണം എന്താണ്? പോയ ആ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ ഒരു പാഠം പഠിച്ചു. നിങ്ങൾ മനസ്സിന് കരുത്ത് കൂട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനക്കരുത്ത് കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ അങ്ങനെ പവർഫുൾ ആക്കാൻ വേണ്ടി യൂണിവേഴ്സ് തല്ലിച്ചതയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ജീവിക്കാൻ അറിയില്ല. നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ല. ഒരുപാട് കളങ്കമുള്ള ആൾക്കാർ നിങ്ങളെ ചതിച്ചിരിക്കുകയാണ് ഇവിടെ.
മനഃപൂർവ്വം നിങ്ങളിലേക്ക് ആവശ്യമില്ലാത്ത അപവാദ പ്രചരണം നടത്തിയിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും കൂടെ അവർ പോയിട്ടുണ്ടാകാം. അപ്പൊ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ലായ്മ നിമിത്തമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചീറ്റിങ്ങിൽ അകപ്പെടാനുള്ള ആ ഒരു എനർജി വന്നത്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ശരിയായ രീതിയിൽ നിങ്ങളെ പാഠം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നല്ല സമയം വരും. എന്നാൽ പറയും ഒരുപാട് കാലം കൊണ്ട് അനുഭവിക്കുന്നല്ലോ എന്ന്, അല്ലേ? കഴിഞ്ഞ തവണ ആരോ ഒന്ന് കമന്റ് ഇട്ടിരുന്നു 5 വർഷം കൊണ്ട് അനുഭവിക്കുകയാണെന്ന്. 5 വർഷമല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ. എന്തുകൊണ്ടാണ് അത് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് സ്വയം ചിന്തിക്കുന്നതാണ് നല്ലത്. സ്വയം ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് 5 വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്? അവിടെ നിന്നും മുന്നോട്ട് വരാനുള്ള ഒരു കാര്യമാണ്, ഒരു മാർഗമാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൊക്കെ പറയുന്നത്. മനസ്സിലായി? അത് എന്തുകൊണ്ടാണെന്നും എങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരണമെന്നും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇത് വിശ്വസിച്ച് ഇത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്. വീണ്ടും വീണ്ടും പരാതി പറയുക, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിൽ തങ്ങി നിൽക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കമന്റ് കൊണ്ടിടുകയോ ചെയ്യുകയല്ല വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും. 5 ഓഫ് എർത്തിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായ ആ ഒരു ദുഃഖം ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികപരമായ ദുഃഖം അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരും. സാമ്പത്തിക ദുഃഖം എല്ലാവർക്കും ഉള്ളതാണ്, അല്ലേ? അപ്പൊ എനിക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആ ദുഃഖം തീർന്നു. ഇത് എനിക്കിനിയും, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇത് നേടാൻ പറ്റുന്നതാണ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഇവിടെ വന്നില്ലേ, ഇവിടെ അത് കഴിയുമ്പോഴൊക്കെ നിങ്ങളിലേക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇവിടെ നിന്ന് ഇത്രമാത്രം ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും. വന്നിട്ട് ഒരു മഹാറാണിയെ പോലെ നിങ്ങൾക്ക് പരിലസിക്കാൻ സാധിക്കും, ഒന്ന് തിളങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ബുദ്ധി ശക്തി വർദ്ധിച്ചു കിട്ടുന്ന ഒരു എനർജി. കാരണം ഈ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിശക്തി കൂടുതലായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വരില്ല. 1 2 ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ അകപ്പെട്ടിട്ടുണ്ടാവാം. മനസ്സിലായി? ഓരോ ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഓരോ പാഠം പഠിക്കാൻ പറ്റും. വീണ്ടും വീണ്ടും നിങ്ങൾ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടും. പിന്നീട് അതിനെ മനസ്സിലാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലൊരു മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാകും. തെറ്റുകൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു. അവിടെയാണ് പിന്നീട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച് അല്ലെങ്കിൽ സാമ്പത്തികം കൊടുത്ത് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല, ഇനി ആർക്കും കൊടുക്കരുത് എന്നുള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, വളരെയധികം ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നല്ല ബുദ്ധിയുള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. ഇവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കുന്നത്. പരാജയങ്ങളിൽ നിന്നാണ് ബുദ്ധി വരുന്നത്. മനസ്സിലായോ? ഇല്ലെങ്കിൽ അനുഭവിച്ച ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം, അല്ലാതെ കണ്ടും കേട്ടും അറിയുന്നതല്ല, കേട്ടറിവല്ല. അനുഭവിച്ചുള്ള അറിവാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ വിജ്ഞാനം ഉദിക്കുന്നു, ബുദ്ധി ഉദിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു കഴിവ് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉയർന്ന നിലയിൽ നിൽക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം അതോറിറ്റി പവറിലായിട്ട് നിങ്ങളെ കാണാൻ സാധിക്കുന്നു. അവർക്ക് അങ്ങനെ കാണാനുള്ള ഒരു എനർജി ഉണ്ടാകുന്നു. മനസ്സിലായോ? ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് ഫയറിൻ്റെ ആണ്. കാരണം ഇവിടെ 8 ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. വാൺസ് ഓഫ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സ്പീഡിൽ എന്തൊക്കെയോ നിങ്ങളിലേക്ക് കുറച്ച് ആക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതായത് നിങ്ങളുടെ ജോലി
കാര്യങ്ങളിൽ, കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ, നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ യാത്രകൾ സഫലമാകുന്ന എനർജിയാണ്. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ യാത്രകൾ നടത്തുന്നതായിട്ടും അതിലൂടെ സന്തോഷം അനുഭവിക്കുന്നതുമായ എനർജി. അതുമല്ല എങ്കിൽ ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാൻ നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ, അതുപോലെ അല്ല എങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിലും ആവാം. അങ്ങനെയൊക്കെയുള്ള എനർജിയാണ്. എന്തായാലും ഇത് സ്പീഡിലാണ് ഇതിന്റെ ആക്ഷൻ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. പല വിധത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം. മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബോട്ടം വന്നിരിക്കുന്നത് എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ്പ് റിവാർഡ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട് നട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിനുള്ള വിളവെടുപ്പ് എടുക്കാൻ പോകുന്നു. അതിൽ നമ്മൾ ആദ്യം പ്രയോഗിച്ചതായ ആ ഒരു ഹാർഡ് വർക്ക്, പിന്നീട് അതിൻ്റെ ഫലം എടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഒരു വൃക്ഷം നമ്മൾ നടുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതിനെ എന്നും ശ്രദ്ധിക്കണം, എന്നും വളവിടണം, വെള്ളമൊഴിക്കണം ഒക്കെ. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, അതിനുള്ള ഫലം ആ വൃക്ഷം തന്നെ നമുക്ക് തരും. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം എന്തായാലും നമ്മളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത്. അതായത് ഏത് പ്രവർത്തിക്കും ഒരു ഫലം ഉണ്ടാകും. മനസ്സിലായോ? ഏതൊരു പ്രവൃത്തി നിങ്ങൾ തുടങ്ങി വെച്ചോ അതിനെന്തായാലും ഒരു ഫലം ഉണ്ടാകും. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നന്മ തന്നെ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ് എന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഗ്നൈറ്റ് യുവർ പാഷൻസ് എന്ന് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അതുപോലെ ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് എന്ന് വന്നിട്ടുണ്ട്. ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട്, നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ കഴിവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. എനിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ്, എനിക്ക് ഇന്നതുപോലെ അറിയാം, മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് അതിനായിട്ട് പ്രയത്നിക്കാൻ ശ്രമിക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് വിജയം വരുന്നത് എന്നാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ പേടിയില്ലാതെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. മനസ്സിലെപ്പോഴും പേടി. എന്തിനാണ് പേടി? ഞാനിത് ചെയ്താൽ വിജയിക്കുമോ? ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവരെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇത് ലഭിക്കുമോ? അല്ലെങ്കിൽ എനിക്ക് ഇന്റർവ്യൂവിന് പോയാൽ ആ ജോലി ലഭിക്കുമോ? ഇതൊന്നുമല്ല. ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല പോവേണ്ടത്. തോൽവി അല്ലെങ്കിൽ പരാജയം എന്നൊക്കെ പറയുന്നത് എന്താണ്? തൽക്കാലത്തെ അവസ്ഥയാണ്. മനസ്സിലായി? അത് സ്ഥിരം നിലനിൽക്കുന്ന ഒരു എനർജി അല്ല എന്ന് കരുതി നിങ്ങൾ മണ്ടരല്ല. മനസ്സിലായോ? നിങ്ങൾ വീണ്ടും ശ്രമിച്ചിട്ട് മുന്നോട്ട് വന്ന് അവിടെ നേടുന്നത് ഒരു സക്സസ് ആണ്. അവിടെ നിങ്ങൾക്ക് നേടാൻ കഴിയും. കാരണം ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെ പെരുമാറണം, ഇനി എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇനി എങ്ങനെ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം എന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. അപ്പോഴാണ് നിങ്ങളിലേക്ക് സക്സസ് വരുന്നത്. ഇവിടെ ഇഗ്നൈറ്റ് യുവർ പാഷൻസ് ആണ്. നിങ്ങളുടെ പാഷൻസിനെ, അതായത് നിങ്ങളിലുള്ള ആവേശത്തെ ജ്വലിപ്പിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളിൽ എല്ലാവർക്കും എന്താണ്, ഒരു ആവേശമുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല ആവേശത്തോടു കൂടി ആദ്യം തുടങ്ങി വെക്കും. പിന്നീട് മടി പിടിച്ച് പിന്നിലോട്ട് പോവാൻ പാടില്ല. മനസ്സിലായി? ആദ്യം കണ്ട നമ്മൾ പലരോടും പറയല്ലോ, ആദ്യത്തെ ആവേശമൊന്നും ഇല്ലല്ലോ, പിന്നെ അതങ്ങ് കെട്ടുപോയോ എന്ന് ചോദിക്കാറുണ്ടല്ലോ പലരും. എന്ന് പറയുന്ന പോലെ ആദ്യത്തെ ആവേശം തന്നെ ലാസ്റ്റ് വരെയും നിലനിർത്തണം. ആ ആവേശത്തിന്റെ ജ്വാലയെ ആളിക്കത്തിക്കണം. അതാണ് പറയുന്നത് ഇവിടെ. എന്നാൽ മാത്രമേ നിങ്ങളുടെ കാര്യം സാധിക്കുകയുള്ളൂ, നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ഇന്നത്തെ ഭാഗ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ത് സന്തോഷമാണെന്ന് നമുക്കിവിടെ നോക്കാം.
ലാഡറാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. ക്ലൈംബിംഗ് ടുവേർഡ് സക്സസ്. നിങ്ങളിപ്പോൾ സക്സസ്സിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു, സക്സസിൻ്റെതായ പടി ചവിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടില്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ആവേശം ഉണ്ടാവും അല്ലേ, നിങ്ങൾക്ക് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ മുന്നോട്ട് വരണം, അല്ലാതെ മടി പിടിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ സക്സസിൻ്റെ ചവിട്ടുപടിയിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. ഇവിടെ വൾച്ചറാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി, വറി ദാറ്റ് സമ്മൺ ഇസ് എഗെയിൻസ്റ്റ്. നിങ്ങളിലേക്ക് ചിലപ്പോൾ അത് എല്ലായ്പ്പോഴും ഉള്ളതാണല്ലോ. നമ്മളിലേക്ക് ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഉയർച്ച കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും നമ്മളിലുള്ള സവിശേഷതകൾ കണ്ടിട്ട്, ചിലപ്പോൾ നമ്മളുടെ സ്മാർട്ട്നെസ് കണ്ടിട്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഗുഡ്നെസ്, അങ്ങനെ ചില സൗന്ദര്യം കണ്ടിട്ടാവാം, നമ്മളുടെ പേഴ്സണാലിറ്റിയിലാവാം. എന്ത് കണ്ടിട്ടായാലും മറ്റുള്ളവർക്ക് അസൂയയുണ്ടാകും. കാരണം അവർക്കത് നേടാൻ കഴിയുന്നില്ല, നിങ്ങൾക്കിത് നേടാൻ കഴിയുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് മറ്റുള്ളവർ അസൂയപ്പെടുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. അത് നിങ്ങൾ വളരെയധികം ഇന്നൊന്ന് സൂക്ഷിക്കണം. മനസ്സിലായോ? അപ്പോൾ കാരണം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന പുസ്തകം പോലെ, ഞാനൊരു തുറന്ന പുസ്തകമാണ് എന്ന് പറയുന്നത് വലിയൊരു വലിപ്പമൊന്നുമല്ല, അത് വളരെ നല്ല കാര്യമൊന്നുമല്ല. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയണം, ആവശ്യമില്ലാത്തത് പറയുകയേ ചെയ്യരുത്. ഏതെങ്കിലും നിങ്ങളുടെ വിജയത്തിന് ഉതകുന്ന ചില നല്ല കാര്യങ്ങളാണെങ്കിലുണ്ടല്ലോ, അത് ആരോടും അങ്ങനെ പറയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു നെഗറ്റീവ് എനർജി, അതുമല്ല എങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് അവരെന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഡോൾഫിനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫോറസ്റ്റ് ആണ്. മഡിൽഡ് അൺക്ലിയർ തിങ്കിങ്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരുപാട് വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ് എല്ലാവർക്കും ഉള്ളതാണല്ലോ, ചിലപ്പോഴൊക്കെ അത് നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾഫിനാണ്. ഫിനാൻഷ്യൽ ഗെയിൻ യൂഷ്വലി കമ്മിങ് ഫ്രം സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തിക്ക് പ്രതിഫലം ഇപ്പോൾ ലഭിക്കാൻ പോകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങൾ മനസ്സിലായോ? സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴൊരു വരുമാനം അല്ലെങ്കിൽ വർദ്ധിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.